ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ തുടരെ 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 ആവർത്തിക്കാം. ഏതെങ്കിലും ഒരു സംഭവം, ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അതല്ല, നിരന്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ ഭൂതത്തിനെ തുറന്നു വിട്ടത് അബദ്ധമായി. കാരണം ഇപ്പോൾ നിങ്ങളുടെ പോലും കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ ആ ഇലക്ഷനിൽ തന്നെ വലിയ ദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം കൺട്രോളിലല്ലാത്ത ഈ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ നിരപരാധികളാണ് നിരന്തരം, കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രായം ചെന്ന ഒരാൾ പറമ്പിലിറങ്ങി നടന്നുകൂടാ, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാ, എവിടെയാണ് ബോംബുണ്ടാവുക എന്നറിയില്ല. ഈ ഒരു സ്ഥിതി ഇവിടെ പറഞ്ഞു ബോംബിന് നടക്കുമ്പോൾ ബോംബുണ്ടാവും എന്നൊരു വാണിംഗ് അങ്ങനെ കൊടുത്തിരുന്നു. അവിടെ സൂക്ഷിക്കണം എന്നുള്ളത് ജില്ലാധികൃതർ അനാഥമായി കിടക്കുന്ന, ഇങ്ങനെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ കയ്യിലെടുക്കരുത് എന്ന് വാണിംഗ് കൊടുത്തിരുന്നു. അപ്പം ഇതൊരു വാർത്ത പോലും അല്ലാതായി കേൾക്കുന്നവർക്ക്. സർ, അതുകൊണ്ട് ഗവൺമെൻറ്റാണ് ചിന്തിക്കേണ്ടത്. സർ, ഇവിടെ ഒരു ശരിയായ വിശദീകരണം വരാത്തത് ഇവരെന്തിനു ഹോണർ ചെയ്യുന്നു എന്നുള്ളതിനാണ്.